H1B, H2B വിസ ഈ രണ്ട് വിസകളും അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഇവയുടെ ലക്ഷ്യങ്ങളും ആവശ്യകതകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഓരോ വിസയും എങ്ങനെ വ്യത്യാസമായിരിക്കുന്നു എന്ന് നോക്കാം. H1B വിസ പ്രധാനമായും വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിന് ഉയർന്ന തരത്തിലുള്ള അറിവും കഴിവും ആവശ്യമാണ്. സാധാരണയായി ഈ വിസ ലഭിക്കാൻ കുറച്ച് കാര്യങ്ങൾ പരിഗണിക്കും. പ്രത്യേക വിഷയങ്ങളിൽ സൈദ്ധാന്തികവും പ്രായോഗികവുമായ അറിവ് വേണം. സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, വൈദ്യശാസ്ത്രം, ഗണിതം, ശാസ്ത്രം, വിദ്യാഭ്യാസം, നിയമം, ആർക്കിടെക്ചർ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിലെ ജോലികൾക്ക് ഈ വിസ ഉപയോഗിക്കാം. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുണ്ടായിരിക്കണം. H2B വിസ താൽക്കാലികമായി കൃഷി ഇതര ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിന് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ആവശ്യമില്ല. ഈ വിസ സാധാരണയായി സീസണൽ ജോലികൾ, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തിരക്കുള്ള സമയങ്ങളിലെ ജോലികൾ, ഒറ്റത്തവണ ഉണ്ടാകുന്ന ജോലികൾ, ഹോസ്പിറ്റാലിറ്റി, നിർമ്മാണം, ലാൻഡ്സ്കേപ്പിംഗ്, സീ ഫുഡിംഗ് പ്രോസസ്സിംഗ്, വനസംരക്ഷണം തുടങ്ങിയ വ്യവസായങ്ങളിലെ ജോലികൾ ചെയ്യുന്നവർക്കാണ് ലഭിക്കുക. H1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദമാണ് അഭികാമ്യം. ചില ജോലികൾക്ക് മാസ്റ്റർ ബിരുദമോ PhDയോ ആവശ്യമായി വരും. വിദേശത്ത് നിന്നുള്ള ഡിഗ്രികൾ US നിലവാരത്തിന് തുല്യമാണെന്ന് തെളിയിക്കണം. അതുകൂടാതെ ചില ജോലികൾക്ക് പ്രൊഫഷണൽ ലൈസൻസുകളും ആവശ്യമാണ്. H2B വിസയ്ക്ക് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും തന്നെയില്ല. താൽക്കാലിക ജോലിക്കാവശ്യമായ അടിസ്ഥാന യോഗ്യതകളും നൈപുണ്യവും ഉണ്ടായാൽ മതി. വിദ്യാഭ്യാസത്തേക്കാൾ ജോലി ചെയ്യാനുള്ള കഴിവാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. H1B വിസയുടെ ആദ്യ കാലാവധി 3 വർഷമാണ്. ഇത് പിന്നീട് 3 വർഷം കൂടി നീട്ടാൻ സാധിക്കും. അതായത് മൊത്തം 6 വർഷം വരെ ഈ വിസയിൽ ജോലി ചെയ്യാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചവർക്ക് 6 വർഷത്തിന് ശേഷം H1B വിസ നേടാൻ സാധിക്കും. US പുറത്ത് താമസിച്ച സമയം തിരികെ എടുത്ത് വിസയുടെ കാലാവധി കൂട്ടാനും സാധിക്കും. H2B വിസയുടെ ആദ്യ കാലാവധി 1 വർഷം വരെയാണ്. താൽക്കാലിക തൊഴിൽ സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യത്യാസപ്പെടാം. ഓരോ വർഷവും വിസ പുതുക്കാൻ സാധിക്കും. എന്നാൽ പരമാവധി 3 വർഷം മാത്രമേ ഈ വിസയിൽ ജോലി ചെയ്യാൻ കഴിയൂ. 3 വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും H2B വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ കുറഞ്ഞത് 60 ദിവസമെങ്കിലും US പുറത്ത് താമസിക്കണം. ഓരോ സാമ്പത്തിക വർഷത്തിലും 65,000 H1B വിസകൾക്കാണ് അനുമതി നൽകുന്നത്. US മാസ്റ്റർ ബിരുദമോ അതിൽ കൂടുതലുള്ളവർക്ക് 20,000 അധിക വിസകൾ ലഭിക്കും. അതായത് ഒരു വർഷം ഏകദേശം 85,000 വിസകൾ വരെ ലഭിക്കും. യൂണിവേഴ്സിറ്റികൾ, ലാഭേച്ഛയില്ലാത്ത ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഈ പരിധി ബാധകമല്ല. ഓരോ സാമ്പത്തിക വർഷത്തിലും 66,000 H2B വിസകൾക്കാണ് അനുമതി നൽകുന്നത്. സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ 33,000 വിസകളും രണ്ടാം പകുതി, അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 33,000 വിസകളും നൽകും. ചില സമയങ്ങളിൽ ഇത് താൽക്കാലികമായി കൂട്ടാറുണ്ട്. ഉദാഹരണത്തിന് 2025 സാമ്പത്തിക വർഷത്തിൽ 64,716 അധിക വിസകൾ അനുവദിച്ചിട്ടുണ്ട്. H1B വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. തൊഴിലുടമകൾ ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ തൊഴിൽ വകുപ്പിൽ ഫയൽ ചെയ്യണം. അതുകൂടാതെ അപേക്ഷകന്, അതായത് സ്ഥലത്തെ ശമ്പള നിരക്കിനനുസരിച്ച് ശമ്പളം നൽകണം. ഈ ജോലിക്ക് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമാണെന്ന് തെളിയിക്കണം. ശേഷം USCISൽ ഫോം I-129 സമർപ്പിക്കണം. H2B വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. തൊഴിലുടമകൾ തൊഴിൽ വകുപ്പിൽ നിന്ന് താൽക്കാലിക ലേബർ സർട്ടിഫിക്കറ്റ് നേടണം. US പൗരന്മാർ ഈ ജോലി ചെയ്യാൻ ലഭ്യമല്ലെന്ന് തെളിയിക്കണം. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് US തൊഴിലാളിയുടെ വേതനത്തെയും തൊഴിൽ സാഹചര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കില്ലെന്ന് കാണിക്കണം. ഈ ജോലി താൽക്കാലികമാണെന്നും തെളിയിക്കണം. H1B വിസയിലുള്ളവർക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കും. H1B വിസയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാം. ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനുള്ള നടപടികൾ നടക്കുമ്പോൾ 6 വർഷത്തിന് ശേഷവും വിസ നീട്ടാൻ സാധിക്കും. H2B വിസയിലുള്ളവർ താൽക്കാലിക ജോലി കഴിഞ്ഞാൽ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ തയ്യാറാവണം. H2B വിസയിൽ ഇരിക്കുമ്പോൾ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാൻ കഴിയില്ല. സ്വന്തം രാജ്യവുമായി ബന്ധങ്ങളുണ്ടെന്ന് തെളിയിക്കണം. H1 വിസയ്ക്ക് എല്ലാ രാജ്യക്കാർക്കും അപേക്ഷിക്കാം. ഇതിന് പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ല. H2B വിസയ്ക്ക് ചില രാജ്യങ്ങൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. ഏകദേശം 70-ലധികം രാജ്യങ്ങൾക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡ, ഓസ്ട്രേലിയ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 2018 ജർമ്മനിയെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. H1B, H2B വിസകളെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം, ജോലിയുടെ തരം, നിങ്ങളുടെ ഭാവിയിലുള്ള ലക്ഷ്യങ്ങൾ എന്നിവയെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഈ വിസകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് അവരുടെ കരിയർ മെച്ചപ്പെടുത്താനും സ്ഥിരതാമസമാക്കാനും H1B വിസ സഹായിക്കുന്നു. H2B വിസ താൽക്കാലിക സീസണൽ ജോലികൾ ചെയ്യുന്നതിന് തൊഴിലുടമകളെ സഹായിക്കുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.